ഒരിക്കൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. കർത്താവ് അവനെ നോക്കി പറഞ്ഞു, പുതിയതായിട്ട് ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ശൗമേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം കൊടുത്തു. എന്നാൽ ലഭിച്ച ഹൃദയത്തെ കൊണ്ട് ഹൃദയപരമായ ഒരു ബന്ധം ദൈവത്തോട് ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവന് ലഭിച്ച ഹൃദയം പ്രയോജനമില്ലാതായി പോയി. അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെടാൻ കാരണമായി തീരും. അവന് പകരം ദാവീദിനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ശൗമേൽ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ അവൻ്റെ ഹൃദയത്തെ നോക്കുകയും, കാരണം അവന് ദൈവത്തോട് ഹൃദയപരമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ദാവീദിൻ്റെയും ശൗലിൻ്റെയും ജീവിതത്തിൽ, രണ്ടുപേരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു. പക്ഷേ ശൗൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പോകുമ്പോൾ എപ്പോഴും പറയുന്നത്, നിന്റെ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കാൻ വരുന്നു എന്നുള്ളതാണ് പ്രവാചകനോട് ശൗൽ പറഞ്ഞിരുന്നത്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്നാണ് ദാവീദ് എപ്പോഴും പറയുന്നത്. ദാവീദിന് ദൈവമായിട്ട് ഹൃദയപരമായൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതാവസാനം ദൈവം അവനെക്കുറിച്ച് ഇങ്ങനെ ധാഷ്യം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ശൗലിന് ദൈവം പുതിയൊരു ഹൃദയം കൊടുത്തു. എന്നാൽ അവന് ദൈവവുമായിട്ടൊരു ഹൃദയപരമായ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് അവന് ലഭിച്ച ഹൃദയം നഷ്ടമാക്കി കളഞ്ഞു. അവന് ലഭിച്ച രക്ഷ നഷ്ടമാവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ രക്ഷയെ നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ശൗലിന് ലഭിച്ച പുതിയ ഹൃദയം പോലെ ആ രക്ഷ നഷ്ടമായി പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുമ്പോൾ തന്നെ ഈ പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് ലഭിച്ച പുതിയ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവമായിട്ടൊരു ഹൃദയപരമായ ഒരു ബന്ധം നിലനിർത്തുവാൻ പിതാവേ എന്നെ സഹായിക്കണേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.